ഭദ്രം വ്യാപാര കുടുംബ സുരക്ഷാ പദ്ധതി മനുഷ്യ സ്നേഹത്തിന്റെ നക്ഷത്രത്തിളക്കമുള്ള പദ്ധതിയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വ്യാപാര കുടുംബ സുരക്ഷാ പദ്ധതിയായ ഭദ്രത്തിലും ഭദ്രം പ്ലസിലും അംഗമായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നൽകുന്ന തുകയുടെ വിതരണോദ്ഘാടനവും ഉന്നത വിജയം കൈവരിച്ച വ്യാപാരികളുടെ മക്കൾക്കുള്ള അനുമോദനവും വടക്കാഞ്ചേരി ഡെലീസ റെസിഡൻസിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു റവന്യൂ മന്ത്രി കെ രാജൻ. ഭദ്രം പദ്ധതിയിലും ഭദ്രം പ്ലസ് പദ്ധതിയിലും അംഗമായിരുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറിയായിരിക്കെ മരണപ്പെട്ട VS അനിൽകുമാറിന്റെ കുടുംബത്തിനുള്ള 15 ലക്ഷം രൂപയുടെ ചെക്കും ഭദ്രം പ്ലസിൽ അംഗമായിരുന്ന വടക്കൻ വീട്ടിൽ VP ജോസിന്റെ കുടുംബത്തിനുള്ള 5 ലക്ഷം രൂപയുടെ ചെക്കുമാണ് VS അനിൽകുമാർ നഗറിൽ വെച്ച് മന്ത്രി വിതരണം ചെയ്തത്. ചടങ്ങിന് മർച്ചന്റ്സ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് അജിത് മല്ലയ്യ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ്, ജില്ലാ സെക്രട്ടറി VT ജോർജ്, വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, CPI വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറി EM സതീശൻ, യൂണിറ്റ് ജനറൽ സെക്രട്ടറി PN ഗോകുലൻ, ഭാരവാഹികളായ പ്രശാന്ത് P മേനോൻ, PS അബ്ദുൽ സലാം എന്നിവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. 2.5 വർഷക്കാലം മുമ്പ് പ്രിയപ്പെട്ട ശ്രീ അബ്ദുൽ ഹമീദും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളുമായിട്ടുള്ള ശ്രീ ബിജു അടക്കളത്തൂരും ചേർന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്താൻ പോകുന്ന ഒരു പ്രവർത്തനത്തെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഈ വരുന്ന വിധം ഇത്രയേറെ മനുഷ്യരെ സഹായിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയായി അത് മാറും എന്ന് പ്രതീക്ഷിച്ചതേയല്ല. 2.5 വർഷക്കാലം മുമ്പ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വ്യാപാര ഭവനിൽ നടന്ന ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനുള്ള അവസരം ഉണ്ടായത് എനിക്ക് തന്നെയാണ് എന്നുള്ളതും ഞാൻ സന്തോഷപൂർവ്വം ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ്. ഔപചാരികമായി ജില്ലയിൽ കേരളത്തിൽ ആദ്യമായി പ്രഖ്യാപിച്ച ഭദ്രം എന്ന പദ്ധതിക്ക് ഉദ്ഘാടനം നിർവഹിച്ചു എന്ന് മാത്രമല്ല, തുടർന്നിങ്ങോട്ട് വ്യാപാരി വ്യവസായിയുടെ പല ഇടങ്ങളിൽ നടന്ന വിതരണ ചടങ്ങുകളിലും പങ്കെടുക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. അതിൻ്റെ നന്മകൾ കണ്ട് സന്തോഷിച്ചിട്ടുണ്ട്. ഗോകുലേട്ടൻ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, വ്യാപാരി വ്യവസായിയുടെ അല്ലെങ്കിൽ മർച്ചന്റ് അസോസിയേഷൻ്റെ ഒരു പരിപാടിക്ക് സ്ഥലം MLA ആയിരുന്ന മന്ത്രി പങ്കെടുത്തതൊഴിച്ചാൽ അല്ലെങ്കിൽ നാട്ടുകാരനായ മന്ത്രി പങ്കെടുത്തതൊഴിച്ചാൽ മറ്റു മന്ത്രിമാരങ്ങനെ പങ്കെടുക്കൽ കുറവാണ് എന്ന് അബ്ദുൽ ഹമീദ് ഞാനും കൂടി വർത്തമാനം പറഞ്ഞു വന്നിരുന്നത്, സാധാരണ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ തലത്തിൽ പങ്കെടുക്കുന്ന ഒരു പരിപാടിക്ക് ഇനി 2-ൽ ആരെങ്കിലും ഒരാളുണ്ടായാൽ മതി എന്ന് പറയും. ഇത് സ്ഥിര സാന്നിധ്യമാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് ഇവിടെ അങ്ങനെ വരാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കഴിഞ്ഞ 6-7 വർഷക്കാലമായി പ്രത്യേകിച്ച് എൻ്റെ മണ്ഡലത്തിലും പൊതുവെ ജില്ലയിലും നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഒരുമിച്ച് പങ്കാളിയാകാൻ അവസരമുണ്ടായിട്ടുള്ള ഒരു ജനപ്രതിനിധിയാണ് ഞാൻ. കഠിനമായിട്ടുള്ള പ്രളയകാലത്തും അതിഭീകരമായിട്ടുള്ള കോവിഡ് കാലത്തും ഈ പ്രയാസങ്ങളെല്ലാം അനുഭവിക്കുകയും ഒരു കച്ചവടവും നടത്താൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ പോലും സഹജീവികളോട് സ്നേഹപൂർവ്വം ഇടപെടാൻ കഴിയുന്ന ഒരു മാനവികതയുടെ കൊടിയടയാളം വ്യാപാരി വ്യവസായി ഏകോപന സമിതി എല്ലാ കാലത്തും പ്രകടിപ്പിച്ചത് നേരിൽ അനുഭവിക്കാനും അവസരം ഉണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ.